വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടോ, അല്ലെങ്കിൽ സ്പിരിച്വൽ വൈസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് അടുത്തത് നീങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് സ്പിരിച്വൽ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്, ഇപ്പോൾ എന്തോ ഒരു ഫെയർ ആയിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ റിലേഷൻഷിപ്പിൽ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനം ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അതുപോലെ ഒരു പക്വതയേറിയ ഒരു തീരുമാനം, ഇവിടെ ഒരു ഡിവൈൻ ബാലൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്പിരിച്വൽ എനർജി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്പിരിച്വൽ റോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ തയ്യാറല്ല. നിങ്ങൾ ഔട്ട്കം ആലോചിച്ചുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം ആയില്ലെങ്കിൽ എന്ന് വിചാരിച്ച് പല കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ പല തലത്തിൽ നിന്നും നിങ്ങളിപ്പോൾ ചിന്തിച്ചു പോരുന്ന പല രീതികളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് വരില്ല എന്നുള്ളൊരു ഭയം നിങ്ങൾ അലട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളിവിടെ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡിവൈൻ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ എനർജിക്കുള്ളൊരു ഹാപ്പൻ ചെയ്യാനുള്ളൊരു സാധ്യത കുറഞ്ഞ് വരാണ്. നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു സ്പിരിച്വൽ റോൾ എന്ന് പറയുന്നത് സൺ കാർഡാണ്. അപ്പോൾ ആ ഒരു പേഴ്സൺ ഒരു പ്യുവർ ഇന്നസെൻ്റ് ആയിട്ട് ഒരുപാട് പോസിറ്റിവിറ്റി എനർജറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തിയെ പുറമേക്ക് നോക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തത ഇല്ലാത്ത പോലെ തോന്നുകയാണെങ്കിലും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ലൈറ്റ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് ഇന്നസെൻ്റ് ആയിട്ടും ഒരുപാട് ഇൻവോൾവ് ആയിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഔട്ട്വേർഡ്ലി നിങ്ങൾക്ക് പല തരത്തിലായിരിക്കാൻ തോന്നാം, പക്ഷേ ഇൻറ്റേർണലി ഒരു സ്പിരിച്വൽ റോൾ അവർ നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ മാറ്റേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ 9 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ സ്പിരിച്വലി ഡിവൈൻ നിങ്ങൾ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്ന പാഠം എന്ന് പറയുന്നത് ആ ഒരു ആങ്സൈറ്റിയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. നിങ്ങൾ ഈ സമയത്ത് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നടക്കാത്ത പല കാര്യങ്ങൾ വരെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങേയറ്റം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെ നടന്നാൽ എന്തായിരിക്കും സ്ഥിതി, അല്ലെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ മുൻകൂട്ടി ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിവൈൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നതും ആ ഒരു ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങളുടെ ഒരു ആങ്സൈറ്റിയും ഫിയറും ഹീൽ ചെയ്യേണ്ട ഒരു ടൈമാണിപ്പോൾ. അപ്പോൾ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്താണോ പ്രസൻറ്റ് അതിനെക്കുറിച്ചിട്ട് ആ ഒരു മൂമെൻറ്റിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. വേണ്ടാത്ത ചിന്തകൾ മനസ്സിൽ നിന്ന് മാറ്റിക്കളയാനുള്ളൊരു അഡ്വൈസാണ് ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളറിയാതെ നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിച്വൽ ഫോഴ്സസ് എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊരു ശരിയായൊരു പാത്താണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരാൻ പോകുന്നത്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തത കുറവ് പല കാര്യങ്ങളിലുണ്ട്, പലതും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഡിവൈൻ നിങ്ങളുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഒരു പാത നിങ്ങൾക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഡിവൈൻ ടൈമിംഗ് നിങ്ങൾക്ക് പിറകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു മെയിനായിട്ടൊരു ഒബ്സ്റ്റക്കിൾ നിൽക്കുന്നത് നിങ്ങളുടെ ഒരു ചിന്താഗതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. സറണ്ടർ ചെയ്യുക, എന്താണ് സിറ്റുവേഷൻ അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡിവൈൻ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ അനുസരിച്ച് കാര്യങ്ങൾ വരാണെങ്കിൽ അത് അങ്ങനെയാണെന്നുള്ളത് അതുപോലെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബ്ലോക്കേജ് എന്ന് പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് സെൽഫ് ഡൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇമോഷണലി ആയിട്ട്, അതായത് ഈ ഒരു ബന്ധം സ്മൂത്തായി പോകണമെങ്കിൽ നിങ്ങൾ സെൽഫ് ആയിട്ട് ഇമോഷണൽ ഇൻഡിപെൻഡൻ്റ് ആകണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേസമയം നിങ്ങൾ ചില സമയത്ത് നിങ്ങളെ തന്നെ വളരെ താഴ്ന്ന രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു സെൽഫ് വർത്ത് കൊടുക്കാതെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പല കാര്യങ്ങൾ. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല.
അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നൊരു വ്യക്തിക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇമോഷണലി എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ നിങ്ങളുടെ ലൈഫിൽ, അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനുള്ളൊരു ധൈര്യം കൂടിയും യൂണിവേഴ്സ് അവിടെ തരുന്നുണ്ട്. അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. എന്താണോ ഔട്ട്കം അതിനെ സ്വീകരിക്കാനായിട്ട് മൈൻഡ് സെറ്റ് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നത് 9 ഓഫ് കപ്സ് ആണ്. ഒരു പോസിറ്റീവ് കാർഡാണ്. അപ്പോൾ ഒരു ഫുൾഫിൽമെൻ്റ് കാർഡാണത്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഉള്ളൊരു രീതിയിലുള്ള കാര്യങ്ങൾ വർക്കാകാനായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അതാണ് നിങ്ങൾക്കൊരു ഔട്ട്കം ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലൂടെ യൂണിവേഴ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ടൈം ആയിട്ടില്ല, ഡിവൈൻ ടൈം വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വ്യക്തികളായിരിക്കാം റിലേഷൻഷിപ്പിൽ, പരസ്പരം തെറ്റിദ്ധാരണകൾ, മിസ്കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതെല്ലാം മാറിക്കൊണ്ട് നല്ലൊരു ഡീപ്പ് കണക്ഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ് നിങ്ങളുടെ നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻസ്ഫുള്ളി വെയിറ്റ് ചെയ്യുക, യൂണിവേഴ്സിന് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുത്തുകൊണ്ട് ട്രസ്റ്റ് ചെയ്യുക പ്രോസസ്സിനെ എന്നുള്ളൊരു അഡ്വൈസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വർക്കാകാനായിട്ട് ടൈം എടുക്കും. പെട്ടെന്നുള്ളൊരു മൂമെൻ്റ് ഒന്നും കിട്ടിയെന്നിരിക്കില്ല നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ ഒരു നല്ലൊരു രീതിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ആ ഡിവൈൻ ടൈമിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു സ്പിരിച്വൽ കണക്ഷൻ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ചാപ്റ്റർ നെക്സ്റ്റ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.